ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞങ്ങനെ കംപ്ലയിൻസുകൾ തന്നെ. സൗണ്ട് ചെക്കപ്പ്, ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്, ബാക്ക് ടയർ എയർ ലീക്കുള്ള കേസ് പറയേണ്ട, അത് നമുക്ക് ടയർ ഇടയിൽ ചെക്ക് ചെയ്യേണ്ട കേസാണ്. ബാക്കിയത്തെ വർക്ക് നമുക്ക് ചെയ്യാം. സൗണ്ട് ചെക്കപ്പ് ബാക്ക് സൈഡ് പറയുമ്പോൾ ബാക്കിലത്തെ കൗൾ സെറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ കിടന്നിട്ടുള്ള ജർക്കിങ് സൗണ്ടൊക്കെയാണ് തോന്നിയിരുന്നത്. പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റും കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ് ആ പറഞ്ഞ ഇത് കാണിക്കുന്നത് കേട്ടോ. നിലവിൽ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഉണ്ടായേക്കുന്ന പ്രോബ്ലംസാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇതാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ശരിക്കും ഒരു ഫംഗസ് പിടിച്ചേക്കണ പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നേക്കണ കേസ് എന്ന് വെച്ചാൽ സ്ലോ ജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കായിപ്പോയി. സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. ഈ ഫ്ലോട്ട് വാൽവ് സ്റ്റക്കായിപ്പോയി. മെയിൻ ജെറ്റിൻ്റെ ഈ ചെറിയ ചെറിയ സുഷിരങ്ങൾ മൊത്തം അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കണം. ഈ ഐറ്റം നമുക്ക് മാറ്റിയിടണം. ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റണം. സ്ലോ ജെറ്റും വലിയ വിലയുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 താഴെ നമുക്ക് വന്നുള്ളത്. സ്ലോ ജെറ്റിന് 100 രൂപ താഴെയാണ് നമുക്ക് വരാം. മറ്റേ ഫ്ലോട്ട് വാൽവിന് ഒരു 300 രൂപ അടുത്ത് നമുക്ക് ഫ്ലോട്ട് വാൽവിന് വന്നിട്ട് ഈ ഒരു ഐറ്റത്തിന് അലുമിനിയത്തിന് അത് നമുക്ക് എന്തെങ്കിലും രണ്ടെണ്ണം മാറ്റി നമുക്ക് ഇടണം. പിന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളുണ്ട് അതിനുള്ളിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്ലോട്ട് വാൽവ് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം അതിൻ്റെ ഉള്ളിൽ ആ ഹോളിനകത്ത് ചെന്ന് ഈ കൂർത്ത ഭാഗം ചെന്ന് അടയുമ്പോഴാണ് പെട്രോൾ ഇറങ്ങണത്. നമുക്ക് അതിൻ്റെ ചേമ്പറിലേക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ വന്നു കഴിയുമ്പോൾ ഇത് ചെന്നിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. ആ ബ്ലോക്ക് ആവണം. ആ കൂർത്ത ഭാഗം ചെന്ന് അടയുന്ന ആ ഹോളിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ ദ്രവിച്ച പോലെ അങ്ങനെ പൊടിഞ്ഞു പോന്നിട്ടുണ്ട്. ഇതല്ല, ഇതിങ്ങനെ പൊടിഞ്ഞു പോകണം. ഈ അലുമിനിയം പോലെ തന്നെ ഐറ്റംസ് പൊടിഞ്ഞു പോകണം. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റിങ് നഷ്ടപ്പെടുക, അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ പുറത്തേക്ക് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ഈ കാർബേറ്ററുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കേസ് റിപ്പീറ്റ് നമുക്ക് ഇതേപോലെ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട് ഇതിക്ക് മുമ്പ്. പല വണ്ടികളിലും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണത്. അപ്പോൾ പല വണ്ടികളിലും ഇതേപോലെ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വേറെ ഓപ്ഷനില്ല, കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്റർ കണക്ട് ചെയ്യുന്ന ഈ ഹെഡ്മേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് റബ്ബറിൻ്റെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞോണമെന്ന് പോകുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനത് കാരണം പുതിയത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റി പുതിയത് ഇടണം. കാരണം അതിൻ്റെ പോയിട്ടും അത്യാവശ്യം പ്രോബ്ലത്തിലേക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഞാൻ നോക്കിയായിരുന്നു. എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല, അത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാർബേറ്ററിൻ്റെ കേസൊന്നും അറിഞ്ഞിരിക്കാം. കാർബേറ്റർ ഓൾറെഡി ഈ ഒരു ഇങ്ങനത്തെ സ്റ്റേജ് കാണിച്ചാൽ 90% വണ്ടിയുടെയും കാർബേറ്റർ ക്ലീൻ ചെയ്താൽ നിലവിൽ നമുക്ക് കിട്ടാറില്ല. പിന്നെ ഏകദേശം ഒരു 5000 തുടങ്ങി 5500 അടുത്താണ് നമുക്ക് ഈ ഐറ്റത്തിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ശേഷം കംപ്ലയിൻ്റ് ആണെങ്കിൽ മാത്രം മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്ത് റെഡിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റി സെറ്റാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. കാർബേറ്ററിൻ്റെ ആണ് മെയിനായിട്ട് നമ്മളുടെ മിസ്സിങ് പ്രോബ്ലംസൊക്കെ കാണിക്കുന്നത്. കംപ്ലയിൻറ്റിൻ്റെ മൂലകാരണം കാർബേറ്ററാണ്. അത് മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഇപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വരാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് ഇടാം. ഞാൻ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വരുന്ന ചിലവ് എത്രയാണെന്നുള്ള എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി KT5 ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ നമുക്ക് വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. ജനറലായിട്ട് സർവീസൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ പറയുന്ന എന്താണോ കംപ്ലയിൻറ്റ്, ആ കംപ്ലയിൻ്റാണ് നമ്മളതിനകത്ത് പരിഹരിച്ച് വിടാം. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.